അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മളെ വീഡിയോ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 5 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കുറേ ടാസ്കുകളുണ്ട്, ക്ലീനിങ് ടാസ്കുകൾ. അത് നമ്മൾ എന്താക്കും, പിന്നത്തേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി വെച്ചാൽ അതൊരു വലിയൊരു ടാസ്ക് ആക്കി പിന്നെ അതുമ്മേൽ പണി എന്ന് പറഞ്ഞ പോലെ കുറേ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് അതിന് നമ്മൾ മാറ്റൂലേ. അപ്പോൾ എപ്പോഴും നല്ല വൃത്തിയുള്ളൊരു വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ മിക്കവാറും നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റില്ല. അപ്പോൾ വെറും 5 മിനിറ്റ് മാത്രം എടുത്ത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്ലീനിങ് ടാസ്കുകൾ നമ്മൾ പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാണ്ട് അപ്പം തന്നെ അത് ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മളെ വീടിനെ ആ ഒരു വൃത്തിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ അടക്കം നമുക്ക് മടി കൊണ്ട് അതൊക്കെ അശ്രദ്ധമായിട്ട് നമ്മൾ വിട്ട് കളയണ ഇത്തരത്തിലുള്ള ചെറിയ ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളതും അത് ഇനി മുതൽ നമുക്ക് നല്ല ശ്രദ്ധിച്ച് ആ ഒരു സമയം, ഒരു 5 മിനിറ്റ് സമയം അന്നേരം തന്നെ അതിന് രാഹുകാലം നോക്കി അത് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ച് അങ്ങനെയൊന്നും നിൽക്കാണ്ട് അന്നേരം തന്നെ നമുക്ക് ചെയ്ത് തീർത്ത് നമ്മളെ വീടിനെ നല്ല നീറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇനി മുതൽ ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. എന്നാലും നമ്മളെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. ഒട്ടുമിക്ക വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇപ്പം നമ്മളാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡ് ആണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ ഇതുപോലെ എന്തെങ്കിലും സാധനം അൾമാരിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അൾമാരി അടയ്ക്കാണ്ട് ഇതുപോലെ തുറന്ന് അവിടെ ഇട്ടേച്ച് പോകില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് അല്ലെങ്കിൽ അതൊരു ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു റൂമിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒരു വിഷ്വൽ ക്ലട്ടറാണ് നമ്മളെ കണ്ണിൻ്റെ മുമ്പിലേക്ക് പെടുന്നത് അല്ലേ. അപ്പോൾ അത് മാറ്റി അത് കണ്ണിന് തീരെ ഒരു പ്ലീസിങ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മളെ റൂം മൊത്തത്തിലൊരു വാരി വലിച്ചിട്ട പോലത്തെ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്, ഒരു മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ആ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അൾമാരി ക്ലോസ് ചെയ്ത് അതിൻ്റേതായ നീറ്റിൽ അവിടെ ക്ലോസ് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം അതൊരു ഹാബിറ്റായിട്ട് മാറ്റിയെടുത്താൽ പെട്ടെന്നുള്ള ആ ഒരു വിഷ്വൽ ക്ലട്ടർ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡൈനിങ് ടേബിളിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എണീറ്റ് പോയി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ചെയർ നീക്കി അതിൻ്റെ സ്ഥാനത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളത് നമ്മൾ ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കാണ്ട് അല്ലെങ്കിൽ ചെയ്യാത്തൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനിപ്പോൾ ഒരു മിനിറ്റ് പോലും ആവശ്യമില്ല, സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അത് പിന്നെ വാരി വലിച്ചിട്ട പോലെ അങ്ങോട്ട് നീക്കി അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് പിന്നെ കസേരക്ക് കാലും കൈയും വെച്ച പോലെ കസേര ഇങ്ങനെ നടന്ന് കളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള കസേരകൾ നമ്മൾ എണീറ്റ് പോരുന്ന സമയത്ത് തന്നെ അതൊന്ന് നീക്കി പ്രോപ്പറായിട്ട് അതിൻ്റെ സ്ഥലത്തേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സെക്കൻഡ് മാത്രമേ വരുള്ളൂ. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് കിടക്കും. പിന്നെ നമുക്ക് വരുന്ന മടി എന്ന് പറഞ്ഞാൽ വില്ലം വരുന്ന വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് എണീറ്റ് കഴിഞ്ഞാൽ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ചിലപ്പോൾ നമ്മൾ എടുത്ത് മാറ്റി വെച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെച്ചെന്ന് വരും. പക്ഷേ കയ്യോട് ആ ഒരു ഡൈനിങ് ടേബിൾ തുടച്ചിടാൻ ചിലപ്പോൾ നമ്മൾ മറന്നു പോകാന്നുള്ളതിനേക്കാൾ ഉപരി ഒരു മടി കൊണ്ട് അത് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് വെക്കലുണ്ടാവും അല്ലേ. അത് വെക്കാണ്ട് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ആ ഒരു ടാസ്ക് ചെയ്ത് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയ നല്ല വൃത്തിയായിട്ട് നമുക്ക് എപ്പോഴും ഇതുപോലെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അടുത്തൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അതുവരെ ഒരു ജഗപൊകയായിരിക്കും അല്ലേ. ഒരു സ്കൂളിൽ പോകുന്നതിന് കുറച്ച് നേരം മുമ്പേ വരെ ഒരു ജഗപൊകയായിരിക്കും, ഒരു യുദ്ധക്കളം പോലെ ആയിരിക്കും നമ്മളെ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെയെങ്കിലും നമ്മളെ സോഫയും കട്ടിലൊക്കെ ഇങ്ങനെ മാടി വിളിക്കും. രാവിലെ കുറേ കിടന്ന് കളിച്ചതല്ലേ, കുറേ കിടന്ന് പണിയൊക്കെ എടുത്തതല്ലേ, ഇനി കുറച്ച് നേരം ഇവിടെ വന്ന് കിടന്ന അല്ലെങ്കിൽ കുറച്ച് നേരം ഇവിടെ കാറ്റും കൊണ്ട് ഇരുന്നോ എന്നൊക്കെ വിളിക്കും. പക്ഷേ നിൽക്കരുതേ, ആ പ്രലോഭനങ്ങളിലൊന്നും നമ്മൾ വികാൻ സമയമായിട്ടില്ല. നമുക്ക് അതിന് മുമ്പേ ഒരു പിക്കപ്പ് ടൈം പോലെ നമ്മൾ എടുക്കണം. പിക്കപ്പ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, പെറുക്കൽ പരിപാടി. സാധനങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്തൊന്നും ആയിരിക്കില്ല ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിൻ്റെ ആ ഒരു ജഗപൊകയിൽ നമുക്ക് അങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല. അത് അവിടെ തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാശി പിടിച്ച് അവിടെ കുത്തിരിക്കലേ ഉണ്ടാവുള്ളൂ. ആ ഒരു സമയം ഒരു ജഗപൊകേൻ്റെ ഒരു സമയമാണല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ട പോലത്തെ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചെടുത്ത് വെക്കുക എന്നുള്ളതും കൂടി നമ്മളൊന്ന് നോക്കി ആ ഒരു സമയം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം ഒരു 5 അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 10 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. ആ ഒരു സമയം കൊണ്ട് നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് രാവിലത്തെ ആ ഒരു സമയം തന്നെ ചെയ്ത് എത്ര നേരത്തെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റണോ അത്രയും നേരത്തെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമ്മളെ വീട് നല്ല നീറ്റായിട്ട് കിടക്കും. അത്രയും നേരത്തെ തന്നെ നമ്മളെ വീട് നീറ്റായിട്ട് കിടക്കും. ഇനിയിപ്പോൾ വേറൊരു ടിപ്പ് ക്ലീശയായിട്ട് പറയണ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണല്ലേ, നമുക്ക് എല്ലാവർക്കും അത് അറിയണ ഒരു കാര്യമാണ്. നമ്മളെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നല്ലോണം തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ട് തലനെയൊക്കെ നല്ലോണം റെഡിയാക്കി സെറ്റപ്പാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു റൂമിൽ പകുതി ഭാഗങ്ങളും ക്ലീൻ ആയൊരു ഫീലാണല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ എണീറ്റ് വരുന്ന സമയത്ത് അത് പിന്നത്തേക്ക് മാറ്റി വെക്കാണ്ട് നമ്മൾ എല്ലാവരും എണീറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ച് ആ ഒരു കുഷ്യൻസൊക്കെ ഒന്ന് നേരെ എടുത്ത് വെച്ച് കഴിഞ്ഞ് തലനെയൊക്കെ നേരെയാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ബെഡ്റൂമിൽ ഏകദേശം നമ്മൾ
കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തൊരു ഫീല് കിട്ടും, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്ലീൻ ആയ ഒരു ഫീല് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോരുത്. അത് പിന്നെ ഇങ്ങനെ നീട്ടി പിന്നെ കിടക്കാൻ നേരത്തെ, രാത്രി കിടക്കാൻ നേരം വരെ ആ ഒരു കൊലത്ത് തന്നെ ഇടാണ്ട് വേഗം ആ ഒരു പണി വേഗം അങ്ങോട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 5 മിനിറ്റ് പോലും വേണ്ടാത്തൊരു സംഗതിയാണ്. ഇനി പോട്ടെ, ഒരു 5-10 മിനിറ്റ് എടുത്തിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു സംഗതി വേഗം അങ്ങോട്ട് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ, എന്തൊക്കെയോ ക്ലീനിങ്ങിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത പോലെ, അല്ലെങ്കിൽ അടുത്തൊരു ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, അങ്ങനെ വൃത്തിയായി കിടക്കണത് കാണുമ്പോൾ അടുത്തൊരു ക്ലീനിങ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടി നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഈ പറഞ്ഞ പോലെ ലോണ്ട്രീൻ്റെ കാര്യമാണ്. നമ്മൾ അലക്കും മടക്കി വെക്കലും ആറിയിടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു കാര്യം അതിൻ്റെതായ ഒരു റൊട്ടീനിൽ കൊണ്ടുപോവുക. ഡെയിലി ഒരു ലോഡ് അലക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അലക്കാൻ പറ്റാത്തവരുണ്ടാവും, ചിലപ്പോൾ വർക്കിംഗ് വുമൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഓരോതായിട്ടുള്ള ഒരു ലോണ്ട്രി ഷെഡ്യൂൾ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില ദിവസം ചില ആൾക്കാർ ഓരോ ദിവസങ്ങളായിട്ട് സെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ചില ദിവസം ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ്, ജീൻസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അലക്കണവരുണ്ടാവും. ചില ദിവസം കുട്ടികളെ കാര്യങ്ങൾ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് അലക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഒരു അലക്കിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ അലക്കിയെടുക്കുക. ഡെയിലി അലക്കുന്ന ആൾക്കാരുണ്ട്, 2 ദിവസം കൂടുമ്പോൾ മെഷീനിലിട്ടിട്ട് അലക്കുന്ന ആൾക്കാരുണ്ട്. നല്ല തുണികൾ മാത്രം ഈ പുറത്ത് കല്ലിലിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ മെഷീനിലിട്ട് അലക്കി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളെ ഒരു ലോണ്ട്രി സിസ്റ്റം എങ്ങനെയാണോ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതുപോലെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അടുത്തത് നമ്മളെ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത് നമ്മൾ അധികം ഉപയോഗിക്കുന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വൃത്തികേടാവാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അല്ലേ. അപ്പോൾ അടുക്കള നമുക്ക് എങ്ങനെ എപ്പോഴും വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ഒരു 2-3 വീഡിയോ മുമ്പേ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലോ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കണ്ടു വെക്കാത്തവരൊന്നും കൂടി കണ്ടു വെക്കണേ. അപ്പോൾ അടുക്കളയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല, എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. നേരെ മറിച്ച് അത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇരട്ടിപ്പണിയാവുന്ന കുറച്ച് പരിപാടികളാണ്. ഒന്നാമത് സിങ്കിൽ ഇങ്ങനെ പാത്രം ഇങ്ങനെ കൊണ്ടുപോയിടുക, കബോർഡിൽ നിന്ന് പാത്രങ്ങൾ ഇങ്ങനെ ഓരോ കുക്കിങ്ങിനായിട്ട് കബോർഡ് ഇങ്ങനെ ഒഴിയും, സിങ്കിൽ ഇങ്ങനെ നിറയും, അങ്ങനത്തെ ഒരു പ്രതിഭാസം ഉണ്ടാവില്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് കുക്കിങ്ങിൻ്റെ സമയത്ത് കുറച്ച് സമയം എന്തായാലും ഉണ്ടാവും. ഈ വഴറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് തിളയ്ക്കാനോ വഴറ്റാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ അത് വേവണ സമയം വരെ നമ്മൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ സിങ്കിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അതൊക്കെ ഒന്ന് സിങ്ക് ഒന്ന് കാലിയാക്കി ഇടുക എന്നുള്ള പരിപാടി ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അത് അന്നേരം തന്നെ ഒന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള അതൊരു ഹാബിറ്റാക്കി മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് കൗണ്ടർ ടോപ്പുമല്ലോ ഗ്യാസുമല്ലോ ഒക്കെ എന്തെങ്കിലും ആയിട്ട് വീഴാണെന്നുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ ഒന്ന് തുടച്ച് കളയാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോ മീൽ കുക്ക് ചെയ്ത് കഴിയുമ്പോഴും ജസ്റ്റ് നമ്മൾ ആ ഒരു കൗണ്ടർ ടോപ്പും ആ ഒരു കുക്ക് ചെയ്ത ഗ്യാസിൻ്റെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത്, അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിനായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ്. അത് ഓരോ മീൽ കുക്ക് ചെയ്ത് കഴിയുമ്പോഴും അടുക്കള അതിൻ്റേതായ രീതിയിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു അടുക്കള എപ്പോഴും ആ ഒരു വൃത്തി തന്നെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഇല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രാത്രി നമ്മൾ കിടക്കാൻ നേരത്തായിരിക്കും ചിലപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കാം. അതുവരെ അടുക്കള എന്തായിരിക്കും ആ ഒരു വൃത്തികേടായിട്ടുള്ള അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒക്കെ എടുത്തിട്ട് ഒരു ചെറിയൊരു എഫേർട്ട് അന്നേരം എടുക്കണമെന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു സമയം തന്നെ നമ്മൾ മടിയൊന്ന് മാറ്റി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ ക്ലീനിങ്ങിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിച്ച് ആ ഒരു പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കുറച്ച് പാത്രങ്ങളും കൂടി ഉള്ളത് അതൊക്കെ ഒന്ന് കഴുകി വെച്ച് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ വേഗം അടുക്കള ക്ലീൻ ആവണ പോലത്തെ ആ ഒരു ഫീൽ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്ത് ആ ഒരു റൊട്ടീനാക്കി ഹാബിറ്റാക്കി മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ അടുക്കളയിലുള്ള ആ ഒരു ക്ലീനിങ് പരിപാടികളും വലിയൊരു തലവേദന ഇല്ലാണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാലും കണ്ടില്ല എന്ന് വിചാരിച്ച് പോകുന്നൊരു കാര്യമാണ് നമ്മളെ കണ്ണാടിയും കാര്യങ്ങളൊക്കെ. നമ്മൾ ഏതെങ്കിലും ദിവസത്തിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ മുടിയൊക്കെ ഒന്ന് ചാച്ച് കെട്ടി ഒന്ന് പൊട്ടൊക്കെ തൊട്ടൊന്ന് റെഡി ആവുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ, കുളിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലോ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് വന്ന് പാടുള്ള ആ ഒരു സമയമാണെങ്കിലോ. അപ്പോൾ ആ ഒരു സമയം നമുക്ക് കാണുമ്പോൾ നമുക്ക് അറിയില്ലേ മിററൊക്കെ കുറച്ചൊരു വൃത്തികേടായിട്ടാണ് ഉള്ളതെന്ന്. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, ക്രീം പൗഡർ അങ്ങനത്തെ കുറേ സാധനങ്ങളായിട്ട് അവിടെ ഇവിടെ തൊട്ട കലയ്ക്കായിട്ട് മിറർ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അതിന് വലിയൊരു സമയമോ അല്ലെങ്കിൽ കുറേ സമയം ഒരു അരമണിക്കൂറിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് സെക്കൻഡുകൾ മാത്രം മതിയില്ലേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൈ എത്തുന്ന സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു ടവലോ എന്തെങ്കിലും ഒരു കാര്യം അത് തുടയ്ക്കാൻ മാത്രമായിട്ട് മിറേഴ്സ് തുടയ്ക്കാൻ മാത്രമായിട്ട് പെട്ടെന്ന് കിട്ടുന്ന തരത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പണി സെക്കൻഡ് കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു കാര്യമായി മാറും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം ചെറിയൊരു സംഗതിയാണെന്ന് തോന്നൂലേ മിറേഴ്സൊക്കെ തുടച്ചിട്ടുണ്ട്, പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ
ആ ഒരു വൃത്തി എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റൂമിൻ്റെ എൻ്റയർ ലുക്ക് തന്നെ മാറ്റിമറിക്കും അല്ലേ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്താ ചെയ്യുക, നമ്മളെ കീ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ ബാഗാണെങ്കിലോ ഷോളാണെങ്കിലോ എന്ത് കാര്യമാണെങ്കിലും നമ്മളെ കയ്യിലുള്ള കാര്യം ഒഴിഞ്ഞു കിടക്കണ ഏതെങ്കിലും സ്ഥലത്ത്, മെയിനായിട്ട് സോഫേൻ്റെ മുകളിലോ കസേരേൻ്റെ മുകളിലോ എവിടെയെങ്കിലും അവിടെ കൊണ്ടുപോയി വെക്കും അല്ലേ. വേഗം പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് അത് എവിടെയെങ്കിലും അങ്ങനെ കൊണ്ടുപോയി വെക്കും. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ആ ഒരു സാധനങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക്, ബാഗാണെങ്കിൽ ബാഗിന് വെക്കുന്ന ആ ഒരു സ്ഥാനത്തേക്ക്, ഷോളൊക്കെ ആ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനൊരു എക്സ്ട്രാ ടൈം എടുത്ത് വൃത്തിയാക്കേണ്ട ആ ഒരു ഗതികേട് വരില്ലല്ലോ. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഒരു എക്സ്ട്രാ സാധനം കൊണ്ടു വെച്ചിട്ട് അത് പിന്നെ വൃത്തിയാക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഒരു ടൈം എടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആ സാധനം വന്നപാട് തന്നെ അതിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങോട്ട് എടുത്ത് വെക്കുക എന്നുള്ള പരിപാടി ചെയ്യണത്. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. നമ്മളെ വീട് എങ്ങനെ നമുക്ക് നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് വെക്കാൻ പറ്റുന്നുള്ള കാര്യത്തിന് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.